അങ്ങനെ ടിക്കറ്റും പാസ്പോർട്ടും കൈ പിടിച്ചതാ ഞങ്ങളും പോവാണ് ഫ്ലൈറ്റ് കയറാൻ. ഞങ്ങൾ ഫസ്റ്റത്തെ ഫ്ലൈറ്റാണ്. ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് ഞങ്ങളവിടെ വാട്ടർമെലൻ തിന്ന് റെസ്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. നിങ്ങളെ പെട്ടി വീണ്ടും റീ ഓപ്പൺ ചെയ്യണം എന്നിട്ട് പിന്നെ വേഗം ഓടിപ്പോയി ആ പെട്ടിയിൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളറിയാതെ പവർ ബാങ്ക് അതിൽ വെച്ച് പോയി. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ, പിന്നെ വീണ്ടും നിങ്ങൾക്കും പെട്ടി വിളിക്കേണ്ടി വരും. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇവിടെ ഇരിക്കുമ്പോഴാണ് ഫ്ലൈറ്റ് വന്നു അനൗൺസ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ നേരെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോയി. ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് കയറുന്നോട്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങൾ രണ്ടാളും. അപ്പോൾ അതാ ഞങ്ങൾ അങ്ങനെ വിൻഡോ സീറ്റ് കിട്ടി. വിൻഡോ സീറ്റ് കിട്ടിയതല്ല, തട്ടിപ്പറിച്ച് വാങ്ങിയതാ. വേറൊരു ആളെ സീറ്റ് ഇവൻ കരഞ്ഞ് എനിക്ക് വിൻഡോ സീറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിയതാ. അങ്ങനെ സീറ്റിലിരുന്നപ്പോൾ അവനക്കൊരു ഫ്രണ്ടിനെ കളിക്കാൻ. ഇപ്പോൾ ഈ ജോണി മൊത്തം അവർ രണ്ടാളും അങ്ങനെ ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്തു. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. അവനക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പേടിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞ ആളായിരുന്നു, പക്ഷേ നടന്നത് വേറെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയാവാണേന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ മേഘങ്ങളും പിന്നെ മരുഭൂമിയും ഒക്കെ കണ്ട് ആസ്വദിച്ച് വരുന്നു. അപ്പോഴാണ് ഫ്ലൈറ്റ് ലാൻഡ് ആവാൻ ടൈം ആയിട്ടുണ്ട് എന്ന് എയറോസ്റ്റർ പറഞ്ഞത്. അങ്ങനെ കുറേ വർഷത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ എത്തി മക്കളെ ദുബായിലേക്ക്. അങ്ങനെ എയർപോർട്ടിൽ പോയി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടി കിട്ടാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നത്. പക്ഷേ അവിടെ കുറേ ടൈം എടുത്ത് പെട്ടി കിട്ടാൻ. ഞങ്ങളായിരുന്നു ലാസ്റ്റത്തെ പാസഞ്ചർ. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.